ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ കോമ്പോസിഷൻ ഓഫ് പ്രൊഡക്ഷൻ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ 2 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബെനിഫിഷ്യൽ ഡൈവേർഷനും അതുപോലെ തന്നെ ഹാംഫുൾ ഡൈവേർഷനും. ഇനി തേർഡ് വൺ, ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം പ്രസന്റ് ടു ഫ്യൂച്ചർ യൂസ്. ടാക്സസ് ക്യാൻ ബി യൂസ് ടു പ്രിസർവ് ദ സ്കേഴ്സ് ബട്ട് വാല്യുബിൾ റിസോഴ്സ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. ടാക്സ് എന്ന് പറയുന്നത് കുറേയൊക്കെ നമുക്ക് വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകളെ പ്രിസർവ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടാക്സ്. Taxation helps to shift resource from present use to future use. Sometimes taxes are imposed to discourage the excess of consumption of certain type of goods to preserve the limited resource for the future generation. For example, preservation of scarce oil resource for the future generation. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഡൈവേർഷൻ ഓഫ് റിസോഴ്സ് ഫ്രം പ്രസന്റ് യൂസ് ടു ഫ്യൂച്ചർ യൂസ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ടാക്സ് വഴി. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ കമ്മോഡിറ്റീസിനെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കമ്മോഡിറ്റിയുടെ പ്രൈസിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു ഓയിലിൻ്റെ പ്രൈസാണ്. ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഓയിലിൻ്റെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യും. ഓയിൽ കൺസംഷൻ റെഡ്യൂസ് ചെയ്യുക, പ്രസൻറ്റ് ജനറേഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിസർവ് ഫോർ ഫ്യൂച്ചറിലേക്ക് വേണ്ടി അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടാക്സസ് ഒരു പരിധിവരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിന് പ്രസൻറ്റ് ജനറേഷൻ്റെ യൂസിൽ നിന്ന് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടാക്സ്. ടാക്സ് ഹെൽപ്പ് ടു ഷിഫ്റ്റ് റിസോഴ്സ് ഫ്രം പ്രസൻറ്റ് യൂസ് ടു ഫ്യൂച്ചർ യൂസ്. എങ്ങനെയാണ്? ടാക്സ് വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ ആളുകൾ അതിൻ്റെ കൺസംഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ആ റിസോഴ്സിന് ഫ്യൂച്ചർ യൂസിലേക്ക് വേണ്ടി മാറ്റിവെക്കാം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, റീജിയണൽ ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ്. ഇൻ എ ഫെഡറേഷൻ, taxation can be used to divert resource from state to state depending on the political system. അപ്പോൾ ടാക്സിൽ നമുക്ക് റിസോഴ്സുകളെ ഡൈവേർട്ട് ചെയ്യുന്നത് പലതരത്തിൽ പറഞ്ഞു. പ്രസൻറ്റ് ഫ്യൂച്ചർ നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു. ഇവിടെ റിസോഴ്സ് ഡൈവേർഷൻ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഫോളോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സ്. ടാക്സബിൾ കപ്പാസിറ്റി ഓഫ് സ്റ്റേറ്റ് മേ ബി ഡിഫറെൻറ്റ്. ഓരോ സ്റ്റേറ്റും ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ടാക്സേഷൻ റിസോഴ്സ് ഡൈവേർട്ട് ചെയ്യാൻ, ഒരു സ്റ്റേറ്റിൻ്റെ ടാക്സ് ബേർഡനനുസരിച്ച് റിസോഴ്സ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വേർ ടാക്സ് ബേർഡൻ ഈസ് ഹെവി ടു സ്റ്റേറ്റ്, വേർ ടാക്സ് ബേർഡൻ ഈസ് not so heavy, diversion may take place from country to country. Entrepreneurs will invest in those countries where tax burden is low. അപ്പോൾ ഇതിൽ നമുക്കറിയാം ടാക്സ് ബേർഡൻ ഓരോ സ്റ്റേറ്റിനെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ റിസോഴ്സിൻ്റെ ഡൈവേർഷനും അതിനനുസരിച്ചിട്ട് തന്നെ ഓരോ സ്റ്റേറ്റിലുള്ള റിസോഴ്സ് ഡൈവേർഷനും അതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡൈവേർഷൻ നമുക്ക് ഒരു സ്റ്റേറ്റ് വൈസ് മാത്രമല്ല കൺട്രി വൈസും ഡൈവേർഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓൺടർപ്രണേഴ്സ് വിൽ ഇൻവെസ്റ്റ് ഇൻ ദോസ് കൺട്രി വേർ ടാക്സ് ബേർഡൻ ഈസ് ലോ. ഓരോ ഓൺടർപ്രണറും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എങ്ങനെയുള്ള കൺട്രീസിലായിരിക്കും? ടാക്സ് ബേർഡൻ ലോ ആയിട്ടുള്ള കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും ഓൺടർപ്രണേഴ്സ് ആയാലും കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. സോ ദേ വിൽ ട്രൈ ടു ഷിഫ്റ്റ് ദെയർ റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോം കൺട്രീസ് വേർ ടാക്സ് ബേർഡൻ ഈസ് ഹൈ ടു കൺട്രീസ് വേർ ടാക്സ് ബേർഡൻ ഈസ് ലോ. അതായത് റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഏത് കൺട്രീസിലാണോ കൂടുതലായിട്ട് ടാക്സ് ബേർഡൻ ഉള്ളത് ആ കൺട്രീസിൽ അവർ റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ ടാക്സ് ബേർഡൻ ലോ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അതാണ് റീജിയണൽ ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ് വൺ, ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ. In modern welfare state, tax is considered as the most important fiscal tool to achieve social justice by reducing glaring inequality existing in the distribution of income. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രിയിൽ നമുക്കറിയാം സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് അല്ലേ. ഒരു കൺട്രിയുടെ എയിം എന്ന് പറയുന്നത് മാക്സിമം വെൽഫെയർ ആണ്. അപ്പോൾ അവിടെ ഫിസിക്കൽ ടൂൾ ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറും ടാക്സേഷനും ഒക്കെ അതിൻ്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസിങ് ഇനീക്വാളിറ്റി ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. German economist Adolf Wagner insisted that taxation should be used as an instrument to reduce inequalities in the distribution of income and wealth. നമ്മുടെ ഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ടാക്സേഷൻ ഉണ്ട്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്. എങ്കിലും ടാക്സേഷനാണ് കൂടുതലായിട്ടും ഈ ഒരു ഇൻകം ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് പബ്ലിക് ഡെപ്റ്റിനേക്കാളും പബ്ലിക് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ടാക്സേഷനാണ് കൂടുതലായിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അതിലുള്ള ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫിസിക്കൽ ടൂൾ.
The effect of taxation on distribution of income and wealth among different sections of society depends on nature of taxation or rate of taxation and kinds of tax. അതായത് ഇൻകം വെൽത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിൽ ടാക്സേഷൻ്റെ ഇഫക്റ്റ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്. ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ടാക്സേഷൻ ഓർ റേറ്റ് ഓഫ് ടാക്സേഷൻ ആൻഡ് കൈൻഡ്സ് ഓഫ് ടാക്സ്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, നേച്ചർ ഓഫ് ടാക്സസ് ഓർ ടാക്സ് റേറ്റ്. Nature of taxation implies the distribution of tax burden among different sections of community. By nature of taxation we mean whether it is proportional, progressive or regressive taxation. അപ്പോൾ nature of taxation ആണ് distribution of tax burden അല്ലെങ്കിൽ അതിൻ്റെ effect of taxation ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ nature of tax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. either tax should be proportional അല്ലെങ്കിൽ progressive അല്ലെങ്കിൽ regressive അല്ലേ. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻകത്തിൽ എന്ത് ചേഞ്ച് വന്നാലും ടാക്സ് റിമെയിൻസ് സെയിം. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം അതുപോലെ ടാക്സ് റേറ്റ് ഒരേ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടാക്സ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സും ഇൻക്രീസ് ചെയ്യും. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നേച്ചർ ഓഫ് ടാക്സ് ഇതുപോലെ തന്നെ ഇഫക്റ്റ് ഓഫ് ടാക്സേഷനിൽ ഒരു വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. Hence, if the regression tax is followed, inequality in the distribution will increase. On the other hand, progressive taxation reduce the inequality in the distribution of income. Income inequalities reduce ചെയ്യാനായിട്ട് അതിൽ ഏറ്റവും suitable ആയിട്ടുള്ള tax system ആണ് progressive tax system. Second one, kinds of taxes and distribution. Composition of tax system affects the distribution of income and wealth. Different taxes produce different effect upon distribution process. പലതരത്തിലുള്ള ടാക്സുകളും പല രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ ഉണ്ടാക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ കമ്മോഡിറ്റി ജനറേറ്റ്സ് മോർ ബേർഡൻ അപ്പോൺ ദ പുവർ ക്ലാസ്. അതായത് ഇൻഡയറക്റ്റ് പലതരത്തിലുള്ള ടാക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മെയിനായിട്ട് നമുക്ക് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ആണ്. അതിൽ ഇൻഡയറക്റ്റ് ടാക്സ് കമ്മോഡിറ്റീസിൻ്റെ മുകളിൽ ഇൻഡയറക്റ്റ് ടാക്സ് പുവർ ക്ലാസിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ബേർഡൻ വളരെ ഹെവി ആയിരിക്കും. ഡയറക്റ്റ് ടാക്സ് വിച്ച് ഫോൾ ഓൺ റിച്ചർ ഗ്രൂപ്പ് and also produce good distributional effect. എന്നാൽ ഡയറക്റ്റ് ടാക്സ് വരുന്നത് റിച്ച് ഇൻകം ഗ്രൂപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ റിച്ച് ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഡയറക്റ്റ് ടാക്സ് ഒരു ബേർഡൻ ആയിരിക്കില്ല. അതൊരു ഡിസ്ട്രിബ്യൂഷണൽ ഇഫക്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. പ്രോഗ്രസീവ് ഇൻകം ടാക്സ് റേറ്റ് വൈൽ എക്സെപ്റ്റിംഗ് മിനിമം ലെവൽ ഓഫ് ഇൻകം ഹാവ് പോസിറ്റീവ് ഡിസ്ട്രിബ്യൂഷണൽ ഇഫക്റ്റ്. പ്രോഗ്രസീവ് ഇൻകം ടാക്സ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സുകൾ മെയിനായിട്ടും ഡിസ്ട്രിബ്യൂഷണൽ ഇഫക്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സിൻ്റെ കൈൻഡ് ഓഫ് ടാക്സ് ഏത് ടൈപ്പ് ഓഫ് ടാക്സ് ആണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കുറച്ചും കൂടെ പുവർ ക്ലാസിൻ്റെ മുകളിൽ കൂടുതൽ ബേർഡൻ ഉണ്ടാക്കുന്നതായിട്ടുള്ള ടാക്സ്. നെക്സ്റ്റ് വൺ അതർ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ. അതർ ഇഫക്ട്സ് ഓഫ് ടാക്സേഷനിൽ ഫസ്റ്റ് വൺ ആണ് ടാക്സേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സെക്കൻഡ്, ടാക്സേഷൻ ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂസ് ടു കർബ് ബിസിനസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ എക്കോണമി. തേർഡ് വൺ റെഗുലേറ്ററി ഇഫക്റ്റ്. ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ടാക്സേഷൻ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. ടാക്സേഷൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ AP ലേണർ സ്റ്റേറ്റ് ചെയ്യുന്നത് ടാക്സേഷൻ ഇക്കണോമിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ടാക്സേഷൻ ഒരു പീപ്പിളിൻ്റെ പർച്ചേസിങ് പവർ റെഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്പെൻഡിങ് ഹാബിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു, കൺസംഷൻ ഹാബിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് നമുക്ക് ഇഫക്റ്റീവ് ഡിമാൻഡും ഡിക്ലൈൻ ചെയ്യും. അതായത് ടാക്സേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പർച്ചേസിങ് പവർ കുറയും, ആളുകളുടെ പർച്ചേസിങ് പവർ കുറയും, അതിനനുസരിച്ചിട്ട് അവരുടെ സ്പെൻഡിങ് കുറയും, കൺസംഷൻ കുറയുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് ഇഫക്റ്റീവ് ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യും. ഇഫക്റ്റീവ് ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഡിക്ലൈൻ ചെയ്യണം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഡിക്ലൈൻ ചെയ്യുക, അതായത് എംപ്ലോയ്മെൻറ്റ് ഡിക്ലൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ടാക്സേഷൻ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എംപ്ലോയ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടാക്സേഷൻ ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് ടു കർബ് ബിസിനസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ എക്കോണമി. The objective of taxation during inflation should be to reduce excess purchasing power in the hands of the people. Hence, a rise in the rate of existing taxation and imposition of new tax during inflation will help to take away the excess purchasing power in the hands of the people. This will also help to check consumption and decrease the level of effective demand. Therefore, this will help to bring പ്രൈസ് സ്റ്റെബിലിറ്റി. അതായത് ബിസിനസ് ഫ്ലക്ച്വേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ടാക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ടാക്സ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടാക്സ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ന്യൂ ടാക്സസ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ സമയത്ത് പുതിയ ടാക്സുകൾ ഇമ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടാക്സ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് അവേ ദ എക്സസ് പർച്ചേസിംഗ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അല്ലെ, ആളുകളുടെ കയ്യിലുള്ള അഡീഷണൽ ആയിട്ടുള്ള ഇൻകം
അഡീഷണൽ ആയിട്ടുള്ള ഇൻകമാണ് പർച്ചേസിംഗ് പവർ ആയിട്ട് മാറുന്നത്. അഡീഷണൽ ആയിട്ടുള്ള ഇൻകത്തിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൺസംഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺസംഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഇഫക്റ്റീവ് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇങ്ങനെ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ റെഗുലേറ്ററി ഇഫക്റ്റ് ആണ്. ടാക്സേഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻസ്ട്രുമെന്റ് ടു റെഗുലേറ്റ് കൺസംഷൻ. ടാക്സേഷൻ കൺസംഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് ആൻഡ് പ്ലാൻഡ് ബൈ യൂസിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് ടാക്സേഷൻ. അതായത് പ്രൊഡക്ഷൻ സ്ട്രക്ചറിനെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും ടാക്സേഷൻ സിസ്റ്റം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഗവൺമെന്റ് വാണ്ട് ടു കർവ് പ്രൊഡക്ഷൻ ഓഫ് ദ പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യണമെന്ന് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്താൽ മതി? കുറച്ച് ഹെവി ആയിട്ടുള്ള ടാക്സേഷൻ അതിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു ബെനിഫിഷ്യൽ ഡൈവേർഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പോയിന്റ് കണ്ടായിരുന്നു. അതായത് ഹെൽത്തിന് ഇഞ്ചുറീസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ മുകളിൽ കൂടുതൽ ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസംഷൻ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഹെവി ടാക്സേഷൻ ഡിസൈറബിൾ ആണ് അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ കൺസംഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ. ലൈക്ക്വൈസ് ടു സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിലും ഗവൺമെൻറ്റിന് എന്ത് ചെയ്താൽ മതി? ടാക്സ് എക്സംഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടാക്സ് കൺസെഷൻസ് കൊടുത്താൽ മതി. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിലും പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യണമെങ്കിലും പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെങ്കിലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോളിങ് ഇഫക്റ്റ് നമുക്ക് ടാക്സിലൂടെ കാണാൻ പറ്റും. കൺസംഷൻ ഓൾസോ റെഗുലേറ്റഡ് ബൈ യൂസിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് ടാക്സേഷൻ. കൺസംഷനും പ്രൊഡക്ഷനും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റെഗുലേറ്ററി ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് ടാക്സ് സിസ്റ്റം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ. ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ്റെ 3 ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന്, എബിലിറ്റി ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്. അതുപോലെ ഇഫക്റ്റ് അപ്പോൺ വില്ലിംഗ്നെസ് ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്. ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ കോമ്പോസിഷൻ ഓർ പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ. അതാണ് നമ്മൾ ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ പ്രൊഡക്ഷൻ എന്നുള്ളതിൽ കണ്ടത്. രണ്ടാമത് പറഞ്ഞത് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതിൽ നമ്മൾ 2 പോയിന്റുകൾ പറഞ്ഞു. അതിനുശേഷം അതർ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. 2 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ തന്നെ അതർ ഇഫക്ട്സും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.